അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കോലം കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നറിഞ്ഞൂടാ. ഒരു 5 മിനിറ്റ് പോലും ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ എറണാകുളത്തെത്തി. 12 മണിയായപ്പോൾ ഞങ്ങളെത്തി രാത്രി. പക്ഷേ എനിക്ക് ഒരു തരത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ആ 2 ദിവസം എന്നെ കയ്യെ കിടന്ന് എന്നെ അള്ളിപ്പിടിച്ച് കിടന്നുറങ്ങിയ എൻ്റെ നന്ദൂട്ടൻ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാനും ആ 2-3 ദിവസം കൊണ്ട് മനസ്സുകൊണ്ടൊരു അമ്മയായിട്ട് പ്രിപ്പയർ ആയി പോയി കഴിഞ്ഞു. അതായത് എനിക്ക് ഇപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മുൻകൈ എടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേളിൽ റൂമിലേക്ക് കയറിപ്പോയാലും പെട്ടെന്ന് ടെൻഷൻ, അയ്യോ കുഞ്ഞെന്തിയെ, കുഞ്ഞ് കഴിച്ചോ, പെട്ടെന്ന് താഴെ വന്ന് നോക്കുക, സമയത്തൊക്കെ ഭക്ഷണം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, പിന്നെ കുളിപ്പിക്കുക, ഒരുക്കുക, ഒരു ഉത്തരവാദിത്വം. കുഞ്ഞാവൻ പറഞ്ഞ 2 ദിവസത്തിൽ ഇത് ഭയങ്കര മാറ്റമാണല്ലോ. കുഞ്ഞാവയാണെങ്കിൽ ശരി, ഞാൻ അവിടെ താഴെ റൂമിലില്ല, ഞാൻ പുറത്തോട്ടെങ്ങാനും ഒക്കെ ആണെങ്കിൽ ആ സമയത്ത് കുഞ്ഞാവ വന്ന് കൂട്ടിരിക്കുക, എടുക്കുക, കൊഞ്ചിക്കുക, അങ്ങനെയായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്കിപ്പോൾ അല്ലെങ്കിലും അറിയാം എന്തെങ്കിലും ഇവൾ പിരിയേണ്ടതാണ്. പക്ഷെ അത് ഇത്ര പെട്ടെന്നാകുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ നോക്കട്ടെ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. കിടു അതെ അത്ര ക്ലോസ് ആയിരുന്നു മോളുമായിട്ട്. കിടു ആവെന്ന് പറഞ്ഞ് പോകണ്ടെന്നൊക്കെ. ആ കുഞ്ഞിന് പോകാൻ മനസ്സുമില്ലായിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരുന്നു. എന്നിട്ടൊക്കെയാണ് പോയത്. അവൾക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുന്നത്, എനിക്ക് ഉള്ളുകൊണ്ട് ഞാനൊരു അമ്മയായി 2-3 ദിവസം കൊണ്ട്. എനിക്കപ്പോൾ ആ ഒരു ഫീല്, അത് കാരണം എൻ്റെ ഈ കൈത്തണ്ടേ കിടന്നാണ് അവൾ ഉറങ്ങിയത്. കെട്ടിപ്പിടിച്ചാണ് ഞങ്ങൾ കിടന്നത്. അപ്പം അവൾ ഇല്ലാതെ കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കണ്ണടച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നു നോക്കിയാൽ ഞാനൊരു കോലമായി. എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഇതില്ലാണ്ട്. അപ്പോൾ കുഞ്ഞും അജിത പറഞ്ഞെന്താ വെച്ചാൽ, കുഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞിട്ട് ചിണുങ്ങി കരയൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ അപ്പുറം ഉണ്ട് വരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബസ് വന്നപ്പോഴത്തേക്ക് കുഞ്ഞങ്ങ് ഉറങ്ങിയെന്നാണ് പറഞ്ഞത്. വീട്ടിൽ വന്നപ്പോഴും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കുഞ്ഞ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവളെ കൊണ്ടുവിടുന്നതിൻ്റെ തലേന്നത്തെ ദിവസം നമ്മൾ കുറച്ച് ബന്ധുവീടുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ കുഞ്ഞും നമ്മളുമായിട്ടുള്ള മനോഹരമായ ചില നിമിഷങ്ങളുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. കുഞ്ഞ് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവളുടെ ചില ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഞാൻ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് കുഞ്ഞിനെ വീണ്ടും കാണാനുള്ളൊരവസരം പോലെ. അപ്പോൾ ഞാനിപ്പോൾ കണ്ണൂരമ്മൂൻ്റെ അടുത്താണുള്ളത്, എറണാകുളത്തെ വീട്ടിലാണുള്ളത്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളും അവൾക്കും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇതൊക്കെയായിട്ട് നമുക്ക് കാണാം. വേണ്ട, ഈ കട്ടിലെല്ലാം അൺബോക്സ് ചെയ്യണം. എന്തോ മേടിച്ചോണ്ടോന്ന് കിടും അപ്പയ്ക്ക്? അരണപ്പായസോ? ഉഷമേ, കിടു അരണപ്പായസം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. കണ്ണ അൺബോക്സ് ചെയ്യ കണ്ണ. ഒരു 3 പേരും കൂടെ ശബരിമലയ്ക്ക് പോയിട്ട് വന്നതാണ്. ആദ്യമായി നമുക്ക് തരുന്ന അൺബോക്സ് ചെയ്യുന്ന ഐറ്റമാണ് പൊരി. ഓക്കെ, ഇത് കിടുവിന്റെ ബൾബിളം ബബിള്. ഇപ്പൊ തുറക്കല്ലേ. പിന്നെ ഇതെന്താ? തുറന്നേനാണി, തുറന്നു കാണിച്ച്. അരവണ, ഉണ്ണിയപ്പം. കൊച്ചിന് മാലയും വളയും, നമ്മുടെ നന്തൂട്ടന് മാലയും വളയും. കൊള്ളാലോ. പിടിച്ചോട്ട് മേടിച്ചാണോ? കിടുവാണോ? ആരാ മേടിച്ച? പിന്നെ അണ്ണാണി മേടിച്ചാ? അണ്ണാണിയുടെ വക കൊച്ചിന് വളയും മാലയും. ഞങ്ങൾ അടുത്ത മാസം പോകണം. ശ്രീനിവാസന്റെ അതേ സ്വഭാവം. കണ്ണ തിരിച്ചു പോവാന്ന് എന്നിട്ടോ? ബാ, സൂക്ഷിച്ചു വാ. ചാച്ചനെന്തിയേ? ഒങ്ങുവാണോ? ബാ, നമ്മുടെ കയ്യെ പിടിച്ചോ. കയ്യില് ഇത് പോയില്ലേ? അല്ല എന്തുട്ടാ അറിയില്ല.
ഇടൂ. അതൊക്കെ അവിടെ വെക്കേ. അല്ല ഇതിനകത്ത് പയറുകറി വേണ്ട ആ, ഇതൊന്നും വേണ്ട. കിടൂര് കടേന്റെ മുമ്പിൽ എത്തിയപ്പോ എനിക്കൊന്നും വേണ്ട, വീട്ടിൽ പോയാ മതിയെന്ന്. ഞാൻ അങ്ങനെ ആദ്യമായിട്ടാ കേൾക്കുന്നത്. അതല്ലെങ്കിലും ബുദ്ധിമുട്ട്. അതെ പിന്നെ ഞങ്ങളുടെ ഒരു ഇതിന് വേണ്ടിട്ട് മേടിച്ചു തരണം. നന്ദൂട്ടിന് ഇവിടെ ഉള്ളതുകൊണ്ടാ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞത്. അല്ലേ? സാധാരണ അങ്ങനെ പറയുന്നതല്ല, എന്താണെന്ന് ഞങ്ങള് സ്ഥലം വരെ പോവാന്ന് പറഞ്ഞിട്ട് അവള് ആ, വരുന്നു. ആ, ഇടൂ. അച്ചാച്ചി പോകുന്നില്ലേ കഞ്ഞി കുടിക്കാൻ? അത് അച്ചാച്ചി നമ്മ കഞ്ഞി കുടിക്കാൻ പോകുന്ന പറഞ്ഞ ഇന്നാണത്. ഓടി അച്ചാച്ചി ഇന്ന് ഓടി നടന്ന് കഞ്ഞി കുടിക്കില്ലെന്ന് പറഞ്ഞു. അച്ചാച്ചി ഇപ്പൊ പോവും. ആദ്യം ഇവിടെ തുടങ്ങുമെന്ന് അറിയില്ല. കഞ്ഞിയും മറ്റേ കറിയിന്റെ കയറണ്ട ഇടൂ. അസ്ത്രം. ഉള്ളി ഏതായെങ്കിലും കൂടെ എനിവൺ നോട്ട് അസ്ത്രം. നീ അമ്പാടി. അയ്യോ മേത്ത് വീണു. മാല ഇഷ്ടായോ? മാല ഇഷ്ടായോ? മാല ഇഷ്ടായി? ഇടൂ. ഇടൂ, ആ വിളിച്ചേ. ആ വിളിച്ചേ. അവിടെ മുന്നിൽ തോക്കാൻ പഠിച്ചൊക്കെ കഞ്ഞി കുടിക്കുക. അത് ഇതായിട്ടില്ല, അല്ലെ കഴിക്കൂല. നീ വെള്ളം കുടിച്ചേ. അപ്പൊ ഇതിന് മനസ്സിലായില്ലേ ഇനിയിപ്പൊ എങ്ങനെ കൊടുക്കണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ? തണുപ്പ് വേണോ? ഓ, കുടിച്ചു കഴിക്കാം. എന്റെ മോനെ ണ്ടല്ലോ ഇതിന് കഞ്ഞീന്ന് എനിക്ക് കുറച്ച് കഞ്ഞി കുടിച്ചു. പിഴിഞ്ഞെടുത്ത് തിന്നും. കണ്ണന് വീട്ടിൽ കഞ്ഞി കൊടുത്ത അങ്ങനെയാ കണ്ണൻ പിഴിഞ്ഞെടുത്തിട്ടാ ഓ, അമ്മേ. ശബരിമല കയറിയിട്ട് വന്നിട്ട് കുഞ്ഞിന് കണ്ടു. വിളിക്കുന്നില്ലേ? അയ്യോ അയ്യോ. എവിടെ അയ്യോ? എന്തിനാ? ഏ? തൂറ്റിട്ട് പോയില്ല. എത്രയാണ് കളിക്കുന്നത്? അയ്യോ അയ്യോ അയ്യോ. എങ്ങനെ? ഉടുപ്പെടുക്കട്ടെ ഉടുപ്പെടുക്കട്ടെ. സുന്ദരിയായി. അമ്മയുടെ പൊന്നാണോ? അമ്മയുടെ ചൊത്താണോ? അമ്മയുടെ വാവയാണോ? കിടൊന്നു നോക്കിയേ. കിടു പോയിട്ട് നേരെ മുടി ചെയ്യണ്ടേ? ഓ, കിടു മുടി ചെയ്യില്ല. സുന്ദരി പൊട്ടുണ്ട്. തപ്പട്ടെ. പൊട്ട് തരാം, പൊട്ട് തരാം. വള ലൂസാ. അണ്ണാണി മേടിച്ചു വലുതായാ. എന്ത് സുന്ദരിയായ കിടു? സുന്ദരിയായോ? അയ്യോ എടുക്കാനല്ല, ഉഷമ ഒരുങ്ങട്ടെ. ഉഷമ ഒരുങ്ങട്ടെ കേട്ടോ. നോക്കട്ടെ. അതെന്താ അവിടെ? ഉഷമ ഒരുങ്ങട്ടെ. അതെന്താ? ക്ഷമയുടെ മാല. ഉഷമ ഒരുങ്ങട്ടെ. കിടിച്ചേട്ടൻ പടം വരച്ചു കൊടുക്കോ കുഞ്ഞിന്? കുഞ്ഞിന് പേന തരാവേ. എന്തൊക്കെ കിടിച്ചേട്ടൻ പറഞ്ഞറിയോ? ക്യാമറ കാണാമോ മിണ്ടാണ്ടിരിക്കുക, അല്ലെ ഭയങ്കര സ്നേഹപ്രകടനമാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരൊക്കെയാ നോക്കിയേ? എന്തോ എന്തിയെന്ന്? കുഞ്ഞല്ലേ അവള്? ഇങ്ങോട്ട് നോക്കിയേ രണ്ടുപേരും. ചിരിച്ചേ, കിടു ചിരിച്ചേ, പല്ല് കാണിച്ചിരിച്ചേ. ഞങ്ങളിപ്പോ പോകുന്ന എവിടെയാന്ന് വെച്ചാല് ശാലിനി ചേച്ചിയുടെ അനിയത്തിയുടെ വീട്ടില്, അതായത് കുഞ്ഞാവയുടെ ചാച്ചന്റെ അനിയത്തിയുടെ മോളുടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. സോറി, ചാച്ചന്റെ ചേച്ചിയുടെ ഇളയ മോളുടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. ചേച്ചി ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കാണാൻ പോവാണ്. നീ അല്ലേ പറയുന്നത്, എന്നും പറയുന്നേ ഇനി അച്ചാച്ചി ഇട്ട് ഞാൻ എങ്ങും ടൂർ പോകത്തില്ലെന്ന്.
അപ്പൊ ആരൊക്കെയാ പോന്നെന്ന് വെച്ചാൽ ഞാനേ കുഞ്ഞാവ, ഞാനൊന്ന് പറയട്ടെ, ഞാനേ കുഞ്ഞാവ, കഞ്ഞി കുടിക്കാൻ പോവാ. നന്ദൂട്ടൻ, കിടു, ഉഷയമ്മ, സുലുവമ്മ, ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ചാ പോന്നെ. ഡി അല്ലത് ടോക്കൺ നമ്പർ 1. അമ്മയും മോനെയും കണ്ട ടോക്കൺ നമ്പർ 2. കണ്ണാ വരുന്ന ഒറ്റ ചോദ്യം കൂടെ ഉണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ കേറി. എന്റെ പൊന്നെ കൃഷ്ണമ്മ അയ്യപ്പ സ്വാമിയാന്നോ? അയ്യപ്പ സ്വാമിയാണോ? അപ്പയുടെ പൊന്നൻ അപ്പയുടെ പൊന്നല്ലേ വായിക്കൊരു ദീർഘം വന്നിട്ട് ഇങ്ങനെ പറയാതെ അപ്പയുടെ പൊന്നെന്ന് പറയുന്നത് അപ്പയുടെ പൊന്നെ അപ്പയുടെ പന്നല് അന്നാണ് ഞാൻ പറയുന്നത്. അപ്പയുടെ പന്നൽ, അച്ചയുടെ ചമ്മൻ, അച്ചയുടെ ചമ്മൻ, അച്ചാച്ചിയുടെ ചമ്മൻ, ചേച്ചിയുടെ കരേഷൻ, മണந்த സുഞ്ചു ചൊറിയുന്നു അതിന്റെ മണந்த സുഞ്ചു. പിന്നെ എന്റെ കുഞ്ഞ് ഉറങ്ങിപ്പോയി. കണ്ണ് തുറന്നു. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പ്രസവിച്ചിട്ടതേ ഉള്ള ഒരു പൊടിക്കുഞ്ഞാ. മേഘനെ പ്രസവിച്ച ആൺകുഞ്ഞാ. എന്താണ് വരുത്? മറ്റേ കുഞ്ഞവിടെ, മറ്റേ കുഞ്ഞ് വളർന്നു. ഇത് ചെറിയ കുഞ്ഞ്. എങ്ങനെയാ വാളെന്ന് നോക്കിയ കുഞ്ഞ. ആരും പേടിക്കണ്ട, കിടു മാല ഇട്ട് കൊടുക്കുന്നതാണ് കാണുന്നത്. മാലയിട്ട് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇട്ടോ? ഇട്ടോണ്ടിരിക്കുന്നു. അവള് പേടിച്ചിരിക്കുക. ആണോ? കഴുത്ത് മാലയിടുവാണോ? കൈയിട്ടേക്കല്ലേ? അത് മുറുക്കാണി കിട്ടുന്നതാവും. ഇപ്പൊ ശരിയായി. കിട്ടു പഠിച്ചു. മാലിട്ട് കൊടുക്കാൻ. ഓ സൂപ്പർ. സുന്ദരിയായോ? എത്ര സമയം കൊണ്ടല്ലേ കൊച്ചത് ഇട്ട് കൊടുത്തു. സുന്ദരി സുന്ദരി. കണ്ടു. ഹലോ, ഈ മോനെ അറിയാവോ? ഇത് നന്ദുവാണ്, നന്ദൂട്ടി. മക്കളുടെ പേരെന്തുവാ? എന്തോ? എല്ലാരും കേട്ടോളാം. ഇനി ടണ്ടൂന്ന് വിളിച്ചോ ഞങ്ങൾ. പൂച്ചനെ കാണിച്ച് അമ്മേനെ കാണിച്ചു കൊടുക്ക്. കണ്ടോ വലിയ കണ്ണ്. ഞങ്ങളുടെ ഓണമാണ്, ഓണസദ്യ. നന്ദൂട്ടൻ അവിടെ ഉഷമ്മയുടെ അടുത്ത്. കിടു വാങ്ങി വന്നേ. അടച്ചുപോയി. സൗണ്ട് കുറച്ച്. എന്തുവാ അത്? രാജൻ പോയോ അങ്ങോട്ട്? അതൊക്കെ കവറ്. അത് കടയില് ഇവിടെ അടിച്ചു പോയോ? അതെന്നാ? എനിക്കെങ്ങനെ കട അടച്ചേക്കും. നിന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളങ്ങ് ഊഹിച്ചെടുക്കുക പലതും. ആ, മനസ്സിലായവർ മലയാളത്തിനായി ഒന്ന് അമർത്തുക. അതല്ലേ? എന്നിട്ട് ആണോ? എന്നിട്ട് അത് തന്നെ. എങ്ങനെ മനസ്സിലായി? ചാച്ചൻ വന്നു. മനസ്സിലായോ? അടി പീച്ചില്ലേന്ന്. പീച്ച അടി തരാണ്. അത് പുറകിലിട്ടൊരു അടി തരാം. അടി വിസിലേന്നാ. അങ്ങനെ ഏകദേശം. എന്നിട്ട് ബാക്കി എന്തുവാ? രാത്രികളുടെ കൂടെ കിടക്കുന്ന എന്റർടൈൻമെന്റ് കേട്ടോ. ഒന്നും മനസ്സിലാവില്ല, പക്ഷെ അവള് നിർത്തത്തുമില്ല. പറഞ്ഞോണ്ടേയിരിക്കും എന്തോ കഥകള്.
കഥ പറഞ്ഞ് എന്നെ ഉറക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. ആ, എന്റെ ഇത് എന്റെ ഇത് അത് കൺമുഷി. ആ അമ്മ പിടിച്ച. വേറെന്തോ നോക്കി ഇതിനകത്തുള്ള ചെരുപ്പ് കടിക്കുന്നുണ്ടോ? ഇപ്പൊ വേണ്ട. ആ വേറെന്താ? മീൻ വേണമേ? കാണിച്ച്. ഹായ്, സൂപ്പർ 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 സൂപ്പർ. ചാച്ചനെ കാണിച്ചു കൊടുത്തേ. ഇത് തലേ കുത്തുന്നതാണ്. അതമ്മയുടെ മഗ്ഗിന്റെ വില കേട്ടോ. ഇനി എന്താ ഉള്ളതെന്ന് നോക്ക്. ഹായ്, ഉഷമ്മക്ക് കാണിച്ചോടെ. ഉഷമ്മ നല്ല രസമുണ്ടല്ലോ. ആമ വെച്ചേരാം വെച്ചേരാം. വേറെന്താ ഉള്ളതെന്ന് നോക്കി. വേറെ എന്താ ബാഗിലുള്ള? ആ എന്താ ഉള്ളേ? അടിപൊളി അടിപൊളി അടിപൊളി. ആ മോന്റെ മോന്റെ. ഉഷമ്മക്ക് കാണിച്ചോട്. കണ്ടില്ല. നല്ല രസമുണ്ടല്ലോ. ഇനി എന്താ ഉള്ളേ? ആ ആ ഇതെന്തുവാ? ഇതെന്തല്ലോ? ആ തലേ കുത്തുന്ന അല്ലേ? ആ വേറെ എന്താ ഉള്ളേ? പൂക്കളുള്ള സാധനം ആണോ? എല്ലാം നിന്റെയാ? ഈ ഭാഷ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. പൊട്ട് കൺമഷി മേടിച്ചിട്ടുണ്ട്. നോക്കട്ടെ, സുന്ദരിയാണോ ഇത്? കുത്തിയപ്പോ സുന്ദരിയായോ? ആര് സുന്ദരി? ആരാ? ഞാനായിരുന്നു സുന്ദരി. ആ അതൊക്കെ വെച്ചില്ലേലും ഞാണ് തന്നെയാ സുന്ദരി. ഈ ഞാനാണ് സുന്ദരി. ആണോ? എല്ലാം മോന്റെയാ. ഇതെല്ലാം നമ്മുടെ കൊച്ചിന്റെയാ. ആരുടെയാ? ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കയ്യിലൊരുമ്മതാ. എന്റെ കയ്യിലൊരുമ്മതാ. ചോദിച്ചതല്ല. തരും 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 തരും. എനിക്ക് തരും എനിക്ക് തരും. എനിക്ക് വാതോരാണ്ട് ഉമ്മ തരും ചില സമയത്ത്. പാത്തു ഇപ്പൊ ഇവിടുന്ന് വന്നാ പാത്തൂന് കൊടുക്കുവോ ക്ലിപ്പ്? തലേ കുത്തുന്ന പാത്തൂന് കൊടുക്കണോ? പാത്തൂന് കൊടുക്കുവോ? കൊടുക്കുവോ? എടുക്കല്ലേ എടുക്കല്ലേ, തലേ ഇരുന്നോട്ടെ. അതല്ല, വേറെ കൊടുത്താ മതി. വേറെ ഉണ്ടല്ലോ. ജാനുനും കോക്കോയ്ക്കും പാത്തൂനും മേടിച്ചിട്ടുണ്ട്. അമ്മുടിയില്ല മടിയിരുത്താം. മഴ